ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കപ്പയും ചിക്കനും കൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കപ്പയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനൊരു 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി നുറുക്കി വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഇതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അതിനുശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വേവിച്ച ചിക്കൻ്റെ വെള്ളം കളയരുത് കേട്ടോ, അതെടുത്ത് വെച്ചേക്കണം, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർക്കുന്നില്ല. അതിന് പകരം കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവും. ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിനായിട്ട്. പിന്നെ ഞാൻ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് മാഗിയുടെ മസാല പൗഡറാണ്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുണ്ടെങ്കിൽ ഇത് ഇടുക, അല്ലെങ്കിൽ സാധാരണ ചിക്കൻ മസാല ഇട്ടാലും മതി. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടായല്ലോ, അപ്പോൾ ആ സ്റ്റോക്ക് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒന്നും കരിഞ്ഞു പോവുകയുമില്ല, പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും ഈ ഒരു സ്റ്റോക്ക് ചേർത്താൽ. ബാക്കി സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അതവിടെ എടുത്ത് വെച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇതുപോലെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ചൂടുണ്ടല്ലോ, അപ്പോൾ കൈ കൊണ്ട് കുഴക്കണേക്കാളും നല്ലത് ഇങ്ങനെ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ കപ്പ നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ അപ്പത്തിൻ്റെ പൊടി, അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ കപ്പൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഈ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിൽ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം, അപ്പോൾ സ്റ്റോക്ക് കൂടുതലുണ്ടാവും. ഇപ്പോൾ കപ്പ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ചെടുത്തിട്ട് കയ്യിലപ്പോൾ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ, അപ്പോൾ ഒട്ടി പിടിക്കില്ല ഒട്ടും തന്നെ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കണ പോലെ എടുത്തിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു മോദകത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലെടുക്കാം, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉണ്ട ഉണ്ടാക്കുമല്ലോ ആ ഒരു ഷേപ്പിലെടുക്കാം. അപ്പോൾ മോദകത്തിൻ്റെ ഷേപ്പിലാണെങ്കിൽ ഈ രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം, അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും.
ഇപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവറിലൊന്ന് തൂവി കൊടുക്കണം. ഇതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടിയൊന്നും പോവില്ല. അതുപോലെ തന്നെ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പൊട്ടിയൊന്നും പോവില്ല. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരുവിധം മൂത്തതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ശരിക്കും ഇത് മുങ്ങിക്കിടക്കണ പരുവത്തിലുള്ള എണ്ണയിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ശരിക്കും മുങ്ങിക്കിടക്കണം, എന്നാലേ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ അത്ര എണ്ണ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ഇപ്പം മുങ്ങിക്കിടക്കാനായിട്ട് പരുവത്തിൽ എണ്ണ എടുത്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി മുകളിലോട്ടൊക്കെ. അപ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ എല്ലാം ഞാനതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ കപ്പയും ചിക്കനൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.